നല്ല കാറ്റുമഴയായിരുന്നു. ഒന്നാമത് രാവിലെ തൊട്ട് എൻ്റെ മൂഡ് അത്ര ശരിയുണ്ടായിരുന്നില്ല. ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥയും കൂടെ ആയപ്പോൾ അത് ഡബിളായി. പിന്നെ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ദേഷ്യമോ അങ്ങനെ ജേർണൽ ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ ഉണ്ടായി. നമ്മൾ ഏപ്രിൽ മന്തിൽ ജേർണലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ചെയ്തേക്കാമെന്ന്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ആ സമയത്തെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടി ജസ്റ്റ് എന്തൊക്കെയോ ഒന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്താലും അവസാനം ഒരു ആനച്ചന്തൊക്കെ വരാറുണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻസിലാണ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ജേർണൽ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് മാറ്റാൻ ഇതിന് എന്തൊരു മാജിക് ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ്ഡ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജേർണൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ജേർണലിങ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു വെക്കുക എന്നുള്ളത്. കാരണം അത് ചെയ്തു തുടങ്ങിയാൽ അതിലൊരു ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടവും തോന്നും. അപ്പോൾ ഇനിയും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു കേട്ടോ. ഇന്നത്തെ മൂഡ് മാറാനുള്ള പ്രധാന പ്രശ്നം മഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന്. അങ്ങനെയല്ല, മഴയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൽഫിഷാണ്. എൻ്റെ മൂഡ് ഓക്കെ ആണെങ്കിൽ എനിക്ക് മഴ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ബാഡ് മൂഡിലാണെങ്കിൽ എനിക്കത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ മൂടിക്കെട്ടിയ ടൈം എനിക്ക് തീരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് മഴയുള്ള ആ ക്ലൈമറ്റിൽ ഒരു ബാഡ് ഇൻസിഡൻറ്റ് നടന്നുകൊണ്ടാണോ അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് ചില ബാഡ് മൊമെൻറ്റ്സൊക്കെ പിന്നെ ഓർക്കുമ്പോൾ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു മെമ്മറീസൊക്കെ മഴ കാണുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. ഇടയ്ക്ക് ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നത്തെ മൂഡ് ഓഫിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ചേച്ചീൻ്റെ മോള് വെക്കേഷൻ നിൽക്കാൻ വന്നിട്ടുണ്ടെന്ന്. അവൾക്ക് 4 വയസ്സായിട്ടുള്ളെങ്കിലും ഞാനും അവളും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട് കണക്ഷൻ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സംസാരമാണ്. പിന്നെ ക്രാഫ്റ്റിലൊക്കെ നല്ല ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കും ഫുൾ ടൈം. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ വരും. എന്നാലും പെട്ടെന്ന് പോയപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ആയ പോലെ. ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ജേർണൽ. വേറെ എക്സ്ട്രാ കലാപരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ അപ്പം തോന്നുന്നത് കുത്തി വരയ്ക്കുന്നേ ഉള്ളൂ. കുറേ മുമ്പ് ഞാൻ ഒരുപാട് ചിത്രം വരയ്ക്കുമായിരുന്നു. ഒരു ദിവസം 4, 5 പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അത് സ്റ്റക്കായിപ്പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ റീസെൻ്റായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ടിൽ ഒന്നാണ് ഈ സ്പോട്ട്, എൻ്റെ റൂം ഇവിടെ ആണെങ്കിലും കിടക്കുന്ന എവിടെയല്ല. കാരണം ഇത് ബാൽക്കണിയോട് അറ്റാച്ച് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് താഴെയാണ് കിടക്കുന്നത്. പക്ഷേ ഫുൾ ടൈം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവാറ്. കിടക്കാൻ മാത്രമേ താഴെ പോകാറുള്ളൂ. ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് ലാഗും കുറച്ച് ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഫാമിലിയിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിലായി പോയതുകൊണ്ടാണ്. ഇനി അങ്ങോട്ട് ആദ്യത്തെ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടും. അപ്പോൾ ഇതിൽ താഴത്തെ ഭാഗം ഒന്ന് ബ്ലാങ്കായി തോന്നിയപ്പോൾ അവിടെ ജസ്റ്റ് ഒരു കോട്ടും കൂടെ എഴുതി കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നുമില്ല, എൻജോയ് ദ ലിറ്റിൽ തിങ്സ്. അപ്പോൾ മൈൻഡിൽ വന്നു, അപ്പോൾ എഴുതി. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടി പിന്നെ അതിൻ്റെ മേലെ കൂടെ കുത്തി വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജേർണൽ കിറ്റ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റെയിൻബോ തീമിൽ. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ നമ്മൾ വാഷി ടേപ്പും ജേർണൽ ബുക്കും സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജേർണൽ ഇവിടെ നിർത്തുകയാണ്. ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇതിൽ. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ചെയറിൽ കാല് കയറ്റി വെച്ചിട്ടായിരുന്നു ഇത്ര നേരം ഇത് എഴുതിക്കൊണ്ടിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മീഷോയിൽ വാങ്ങിച്ചൊരു ടോയ് ആയിരുന്നു. എനിക്കല്ല, ചേച്ചീൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് സംഭവം കൊള്ളാം. ഇത് സ്യൂ ചെയ്യുന്നതാണെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു വന്നത്. ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണേൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർപ്പിക്കാം. ഇവിടെയാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാറുള്ളത്. ഈ ടേബിളിന് എന്നെക്കാട്ട് പ്രായമുണ്ട്. ഈ ടേബിൾ മാത്രമല്ല, വീട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും എന്നെക്കാട്ട് മൂത്തതാണ്. പണ്ടത്തെ മോഡൽ ടി വി ഇല്ലേ, ആ ടി വി വെച്ചിരുന്ന സ്റ്റാൻഡായിരുന്നു ഇത്. പിന്നെ ഇത് അടിച്ചു മാറ്റി. ഇതിങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സ്പേസ് കിട്ടും നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ് സ്പോട്ട് ഇൻ മൈ ഹോം. ഇവിടെ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഇത് കുറേ മുമ്പ് ഞാൻ സിനിമയെ കണ്ടിട്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച സംഭവമാണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.